അതെ ക്രിസ്ത്യാനോ ഇങ്ങോട്ട് നോക്കിയ മോനെ ഇവിടെ ഫോട്ടോ ഓക്കെ അപ്പൊ എല്ലാവരും പിള്ളേരെ കാരണോളൂ ഇവിടെ ആ ക്രിസ്ത്യാനോ ആരും പിടിക്കണ്ട ഓക്കെ അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. നമുക്ക് ഒരു മണിക്കൂർ സമയം ക്രിസ്ത്യാനോ ആരും പിടിക്കുന്നില്ല. അതെ നമുക്ക് ആളുകാരിൽ ഭയങ്കര റാപ്പിഡ് പറഞ്ഞിരിക്കുന്നത് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അർത്ഥം മനസ്സിലായില്ല. കുറച്ച് റാപ്പിഡ് പെട്ടെന്ന് നടന്നു പോയ സംഭവമുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ ജെയിംസ് അച്ചാച്ചനെ എവിൻ എന്താ ചെയ്യണമെന്ന് അറിയൂ? എവിൻ സോറി അലൻ എന്താ ചെയ്യണമെന്ന് അറിയോ? അതാ ഞാൻ പറഞ്ഞത്. നമ്മുടെ ഇടയില് ഒരുപാട് റാപ്പിഡ് ആയിട്ടുള്ള കാരണം നോക്കിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ അപ്പൊ അനിയത്തി വർക്ക് ചെയ്യുന്ന സ്കൂള് പോലും അറിയാത്ത ചേട്ടന്മാരുണ്ട് അവിടെ. ചേട്ടന്മാരെന്ന് അപ്പൊ അറിയില്ല ഉറപ്പാ. അപ്പൊ അല്ല അതിനൊരു റൗണ്ട് വെക്കുന്നല്ല. പക്ഷെ നമ്മുടെ പിള്ളേരുകള് നമ്മുടെ ഒരുപാട് പുതിയ ആൾക്കാരുടെ ഉണ്ട്. അപ്പൊ അവരൊക്കെ എവിടെ വർക്ക് ചെയ്യണത് എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് ചെറിയ റൗണ്ട്. അപ്പൊ അതിന്റെ ചെറിയ റൗണ്ട് നമ്മുടെ പുതിയ പിള്ളേരുകള്, അതായത് നമ്മുടെ പുതിയ കുടുംബാംഗങ്ങള് അല്ലെങ്കിൽ എവിടെ വർക്ക് ചെയ്യണമെന്ന് അറിയാൻ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി ബ്രിട്ടീഷ് ടെലികോം. വർക്ക് ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക് സെക്യൂരിറ്റി കൺസൾട്ടന്റ് ആയിട്ടാണ്. ചെറുതായിട്ട് BT എന്നാണ് പറയണത്. അങ്ങനെ പറയാനാണ് ഇപ്പം. അതെ അപ്പന്റെ പേര് അപ്പ ഫാദറിന്റെ പേര് ഞങ്ങളുടെ പുതിയ ഇൻഫ്ലുവൻസറാണ്. വളപ്പല കമ്മ്യൂണിക്കേഷന്റെ പുതിയ ഇൻഫ്ലുവൻസറാണ്. വീഡിയോസിലൊക്കെ പ്രസന്ററായിട്ട് ഇപ്പൊ പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കണം. വാസ്തവത്തില് ഒത്തിരി സന്തോഷം. ഈ കൂട്ടായ്മയിലൂടെ ഇങ്ങനത്തെ പഠിക്കാനുള്ള ടെൻഷനായിരിക്കണേ. ഇവിടെ വരാന്ന് പറഞ്ഞ അവന് ഒരു ഇതാണ് അല്ലെ ഇവരൊക്കെ അവന്റെ. ഞാൻ പറയായിരുന്നു, മമ്മി പറയായിരുന്നു, ഇങ്ങനെ ഒരു അവസരം കിട്ടുക എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. അവന്റെ അമ്മാമ്മയുടെ വീട്ടില്, മമ്മി എന്ന് പറഞ്ഞ അമ്മാമ്മയുടെ വീട്ടിൽ ഇങ്ങനെ ഒരു കാര്യങ്ങൾക്ക് ഞങ്ങളെ വിളിക്കുക എന്ന് പറയുന്നത് അച്ഛൻ കേൾക്കുന്നുണ്ടോ? അങ്ങനെ ഞങ്ങളെ വിളിക്കുക എന്ന് പറയുന്നത് വലിയ പ്രിവിലേജ് ആണ്. ശരിക്കും ഞങ്ങള് അതിന് യോഗ്യരൊന്നുമില്ല. മീൻസ് അത്രയ്ക്ക് മാത്രം വരേണ്ട ആവശ്യമില്ല. മമ്മി എന്ന് പറയായിരുന്നു, നിന്റെ മമ്മിയുടെ വീട്ടില് അച്ഛന്മാരാണെങ്കിൽ ഞങ്ങളെ വിളിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. പക്ഷെ അവർക്ക് അത് ചില സമയത്ത് ഇങ്ങനെ എല്ലാം കഴിഞ്ഞ് അപ്പൻ അവസാനം തുടച്ച് അടിച്ച് പിടിച്ചിട്ട് അറിയാത്ത ഒരു കാര്യം കൂടെ ഞാൻ പറയാം.
ഞാനിപ്പോ ഇവിടെ ഞങ്ങൾ വിവാഹം കഴിഞ്ഞു വന്നിട്ട് എന്റെ അപ്പന്റെ അമ്മായിയുടെ മകനാണ് കോവളത്തിലെ അപ്പച്ചൻ. അതറിയാത്ത ഒരു കാര്യങ്ങളുണ്ടോ? ഞങ്ങൾക്ക് രണ്ട് ബന്ധമുണ്ട് എന്നുള്ളത് അറിയോ? നിങ്ങൾക്ക് അതിനേക്കാൾ തുറന്നു പറയാം, മമ്മിയുടെ കല്യാണത്തിനും ജോൺസൺ ചാച്ചന്റെ കല്യാണത്തിനും ജെയിംസ് ചാച്ചന്റെ കല്യാണത്തിനും ഞാൻ വന്നിട്ടുണ്ട്. ലോകത്തിലെ 75 ലോകത്തിലെ നടക്കുന്ന 1000 ഫാമിലിയിൽ നിന്നുള്ള റിസർച്ച് നടത്തിയത് യൂണിവേഴ്സിറ്റിയാണ്. ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്ന കാര്യം എന്താണെന്നാണ് ചർച്ച. 1000 ഫാമിലി നടത്തിയത് അമേരിക്കൻ യൂണിവേഴ്സിറ്റി. ആ ചർച്ചയുടെ അവസാനം ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്ന കാര്യമാണ് ചർച്ച. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്ന കാര്യം എന്താണെന്നാണ് ചർച്ച. 1000 ഫാമിലിയാണ് ആ യൂണിവേഴ്സിറ്റി എടുത്ത 1000 ഫാമിലിനെ കൊല്ലങ്ങളോളം നടന്ന ഒരു സെർച്ചിൽ അവസാനം ആ യൂണിവേഴ്സിറ്റി റിസൾട്ട് പുറത്തേക്ക് വിട്ടു. അത് റിസൾട്ട് അതാണ് ഏറ്റവും വലിയ കാര്യം. ആ റിസൾട്ടിന്റെ കാര്യം എന്ന് വെച്ചാല് ഏറ്റവും വലിയ കാര്യം പറഞ്ഞത് സൗഹൃദമാണ്. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാല് അത് സൗഹൃദമാണ്. വേറെ ഒന്നുമില്ല, സൗഹൃദം മാത്രമാണ്. വല്ലാത്തൊരു മുറിയായി പോയി കേക്ക്. മുറിച്ചൊക്കെ കഴിയുന്നത് Happy Easter! Happy Easter! Happy Easter! Easter! Ada, saya ikut perayaan.